പ്രപഞ്ചത്തിൽ ഇതുവരെ നിരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള വസ്തു ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി. യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയുടെ വെരി ലാർജ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞർ ഒരു ക്വാസറിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗാലക്സികളുടെ ഏറ്റവും തിളക്കമുള്ള ക്യാമ്പുകളാണ് ക്വാസറുകൾ. അവയുടെ കേന്ദ്രങ്ങളിലെ മോദ്വാരങ്ങളിൽ വാതകവും പൊടിയും വീഴുമ്പോൾ അവ വൈദ്യുതകാന്തിക വികിരണം പുറപ്പെടുവിക്കുകയും തീവ്രമായ പ്രകാശം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള വസ്തുവെന്നാണ് ഇതിനെ ജ്യോതിശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. JO529435 എന്ന പേരിട്ടിരിക്കുന്ന ഈ ക്വാസർ പ്രതിദിനം ഒരു സൂര്യന് തുല്യമായ തോതിൽ വളരുന്നുണ്ടെന്നും സൂര്യനേക്കാൾ 500 ട്രില്യൺ മടങ്ങ് തെളിച്ചമുള്ളതാണെന്നും നേച്ചർ ആസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. 17 ബില്യൺ സൂര്യന്റെ പിണ്ഡമുള്ള ഇത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ വളരുന്ന മോദ്വാരമാണ്. ഈ ക്വാസറിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 12 ബില്യൺ വർഷത്തിലേറെ സഞ്ചരിക്കണം. ഇത്രയും തിളക്കമുള്ള ഒരു വസ്തു ഇത്രയും കാലം കണ്ടെത്താനാകാതെ കിടന്നതിൽ ആശ്ചര്യം തോന്നുന്നുവെന്ന് നേച്ചർ ആസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിന്റെ പ്രധാന രചയിതാവായ ക്രിസ്റ്റ്യൻ വുൾഫ് പറഞ്ഞു. 1980 മുതൽ ആകാശ സർവേകളിൽ ക്വാസറിനെ കാണാമായിരുന്നുവെങ്കിലും അതിന്റെ തീവ്രമായ തെളിച്ചം കാരണം തുടക്കത്തിൽ നക്ഷത്രമായാണ് കണക്കാക്കിയിരുന്നത്. അതേസമയം ഹൈഡ്രജൻ പൂർണ്ണമായും ഇല്ലാതായാൽ സൂര്യൻ ഇല്ലാതാവുമെന്ന് പഠനം തെളിയിക്കുന്നു. അത് 5 മില്യൺ വർഷങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുക. അതേസമയം സൂര്യനിലെ ഊർജ്ജ സ്രോതസ്സിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഭൂമിക്ക് അപ്പോൾ എന്ത് സംഭവിക്കും? ഇക്കാര്യത്തിലും ശാസ്ത്രജ്ഞർ മറുപടി നൽകുന്നുണ്ട്. സൂര്യൻ ഇല്ലാതായാൽ നമ്മുടെ സൗരയൂഥവും അതിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടാണ് ദൃശ്യമാവുക. ബുധനെയും ശുക്രനെയും സൂര്യൻ വിഴുങ്ങുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. ഈ വിഴുങ്ങലിൽ നിന്ന് ഭൂമി ചിലപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടേക്കാം. എന്നാൽ രക്ഷപ്പെട്ടാലും ഭൂമി പിന്നീട് ഒരിക്കലും വാസയോഗ്യമാകില്ല. ഇവിടെ മനുഷ്യർക്കെന്നല്ല ഒരു ജീവജാലങ്ങൾക്കും താമസിക്കാനുമാവില്ല. എന്നാൽ വ്യാഴത്തിന്റെ മറ്റ് ചില ഉപഗ്രഹങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിലായിരിക്കും ഭൂമി. ബാക്കി എല്ലാ ഗ്രഹങ്ങളും സൂര്യനിലെ ഊർജം നഷ്ടപ്പെട്ടാൽ നശിച്ചു പോകുമെന്ന് പഠനത്തിൽ പറയുന്നു. ഭൂമി വെളുത്ത നിറത്തിലുള്ള കുള്ളൻ ഗ്രഹമായി മാറുമെന്നാണ് കണ്ടെത്തൽ. സൂര്യൻ ഇല്ലാതാവുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഭൂമി സുരക്ഷിതമായ ഇടത്തേക്ക് മാറുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഭൂമിയുടെ ഈ അതിവേഗ സഞ്ചാരത്താൽ സൂര്യന്റെ ആക്രമണത്തിൽ ഭൂമി ഉൾപ്പെടില്ല. എന്നാലും ഭൂമിക്ക് അതിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടും. അതുപോലെ സമുദ്രങ്ങളും ഇല്ലാതാവും. ഇതോടെ ഭൂമി വാസയോഗ്യമല്ലാത്ത ഗ്രഹമല്ലാതെയാവും. കാലാവസ്ഥ ബാലൻസ് ചെയ്യുന്ന യാതൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് താമസിക്കുക എന്നത് അസാധ്യമായ കാര്യമായി മാറുമെന്ന് പ്രൊഫസർ ബോറിസ് ഗെയ്സിക് പറഞ്ഞു. വാർവിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം. സൂര്യൻ ഭൂമിയെയും ശുക്രനെയും ബുധനെയും ചുറ്റിവരികയും ഈ സമയം വാതക ഭീമന്മാരായ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ വലം വെക്കുന്നത് വെളുത്ത കുള്ളൻ ഗ്രഹങ്ങളായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സൂര്യൻ ഇല്ലാതായ ശേഷം ബാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളും ചെറിയ ചന്ദ്രന്മാരും തകർന്ന് തരിപ്പണമാകും. ഇവ ചിന്നിച്ചിതറിപ്പോകും. നിലവിൽ സൂര്യൻ ഹൈഡ്രജനാൽ സമ്പന്നമാണ്. ഇത്രയധികം ജ്വലിക്കുന്നതും ഹൈഡ്രജൻ ഉള്ളതുകൊണ്ടാണ്. സൂര്യൻ ആദ്യം ചുവന്ന ഭീമൻ നക്ഷത്രമാകും. തുടർന്ന് അത് വെളുത്ത കുള്ളൻ ഗ്രഹമായി മാറും. ഇത് സൂര്യനിലെ ജ്വലനത്തിന് ആവശ്യമായ ഇന്ധനം തീർന്നതിന് ശേഷമായിരിക്കും സംഭവിക്കുക. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള കൂട്ടിമുട്ടൽ ഇവയെ തരിപ്പണമാക്കും. അതേസമയം കുള്ളൻ ഗ്രഹങ്ങളെ നിരീക്ഷിച്ചപ്പോൾ അവയെല്ലാം വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നതാണ് എന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.